Dear brothers and sisters, I praise and thank God for this opportunity He has given me to share a brief word of testimony. സഹോദരി സഹോദരന്മാരെ, ഇങ്ങനെ നിങ്ങളുടെ മധ്യത്തിൽ പിന്നെയും കടന്നു വന്ന് ചില സാക്ഷ്യവാചകങ്ങൾ നിങ്ങളോട് പ്രസ്താവിപ്പാൻ തക്കവണ്ണം ദൈവം ഒരുക്കി തന്ന ഈ സമയത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I feel so encouraged when I come every time to Bahrain and I see the brothers and sisters, especially the sisters and the children. I feel so encouraged every time I come. ഓരോ പ്രാവശ്യം ബഹ്റൈനിൽ വരുമ്പോഴും ഇവിടെയുള്ള സഹോദരിമാരെയും സഹോദരങ്ങളെയും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെയും സഹോദരിമാരെയും ഒക്കെ കാണുമ്പോൾ ഞാൻ സ്വയമായിട്ട് വളരെ എനിക്ക് ഉത്സാഹം ഉൾക്കൊള്ളുവാനിടയായി തീർന്നിട്ടുണ്ട്. I feel that we are all striving together and getting ready to meet our Lord Jesus Christ. നമ്മളെല്ലാവരും ഒരുമിച്ച് അന്യോന്യം ഉത്സാഹിപ്പിച്ച് നമ്മുടെ കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ കർത്താവിനെ എതിരേൽക്കുവാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് എൻ്റെ മനസ്സിൽ എനിക്ക് ഉറപ്പുണ്ട്. For many years when I used to think of the Lord's coming, I used to think I am going to see Jesus and Jesus is going to see me. It was just me and him. കർത്താവിന്റെ രണ്ടാമത്തെ വരവിനോടുള്ള ബന്ധത്തിൽ ഞാൻ ചിന്തിക്കുമ്പോഴൊക്കെ എൻ്റെ ഉള്ളത്തിൽ വരുന്ന ചിന്ത ഇതാണ്: കർത്താവ് വരുമ്പോൾ ഞാൻ എൻ്റെ യേശുവിനെ കാണും, യേശു എന്നെ കാണുന്നതിലുപരി ഞാൻ യേശുവിനെ കാണും, ഞാനും യേശുവും തനിച്ചായിരിക്കുമെന്നുള്ള ചിന്തയാണ് എന്നെ ഭരിക്കാറുള്ളത്. And when some trials come, I used to think Jesus and me. എൻ്റെ ജീവിതത്തിൽ ശോധനകളൊക്കെ വരുമ്പോൾ ഞാൻ യേശുവിനെയും എന്നെയും മാത്രമേ അവിടെ കാണാറുള്ളൂ. But now God opened my eyes to see the new covenant and the glory of the new covenant. എന്നാൽ ഇപ്പോൾ കർത്താവിന്റെ കണ്ണ് തുറന്നു, പുതിയ നിയമത്തിന്റെ ആ മഹത്വം കാണുവാൻ തക്കവണ്ണം ദൈവം എൻ്റെ ആന്തരിക കണ്ണുകളെ തുറന്നു. And it's not just Jesus and me, it's Jesus and all of us. We are all going to see the Lord Jesus. അതെ, ഞാനും യേശുവും മാത്രമല്ല, നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് നമ്മുടെ നാഥനായ കർത്താവിനെ കാണുവാൻ പോകുകയാണ്. I am not special to Jesus. You and I, we all are special to Jesus. ഞാൻ മാത്രമല്ല യേശുവിന് പ്രത്യേകതയുള്ള വ്യക്തി, നമ്മൾ എല്ലാവരും നമ്മുടെ കർത്താവിന് പ്രത്യേകതയുള്ളവരാണ്, പ്രത്യേക സ്നേഹമുള്ളവരാണ്. That's why I thank God for opening my eyes to the new covenant. അതുകൊണ്ടാണ് ഈ പുതിയ നിയമത്തിന്റെ മഹത്വ രഹസ്യം കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിച്ചതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നത്. We just now sang a Tamil song. നാം ഇപ്പോഴ് ഒരു തമിഴ് പാട്ട് പാടി. And some of the words are like this. ഇതിലെ ചില വാക്കുകൾ എന്നെ വളരെ ആകർഷിച്ചു. It says, there's nothing more that I want, Lord Jesus, than to be with you and in your presence. കർത്താവേ, നിന്നോട് കൂടെ ആയിരിക്കുന്നതും നിന്റെ സന്നിധിയിലായിരിക്കുന്നതിലും അധികമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. And nothing more that I desire than to obey you. നിന്നെ അനുസരിക്കുന്നതിൽ അപ്പുറമായിട്ട് ഈ ലോകത്തിൽ മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. And that is my testimony. അതാണ് എൻ്റെ സാക്ഷ്യം. As the years have gone by, വർഷങ്ങള് ഇങ്ങനെ കഴിഞ്ഞു പോയി. And now I am in my 70s. ഞാൻ ഇപ്പോൾ എൻ്റെ 70കളിൽ എത്തി നിൽക്കുന്നു. And I think there's not much time for me on earth, but I want to make use of the remaining time God has given me. ഇനിയും ഭൂമിയിൽ അധിക ദീർഘവർഷങ്ങൾ എനിക്കില്ല എന്നുള്ളത് എനിക്കറിയാം. എന്നാൽ എനിക്ക് ലഭിച്ചിരിക്കുന്ന തുടർന്നുള്ള ദിവസങ്ങൾ തക്കത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I want to be more zealous. I want to be more wholehearted in my life. കൂടുതൽ എരിവോടും തീഷ്ണതയോടും കൂടി കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I don't want to waste one single opportunity that God gives me. എനിക്ക് ലഭിക്കുന്ന ഒരു ചെറിയ അവസരം പോലും നിഷ്ഫലമാക്കി കളയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. When we meet together like this for one day, it reminds me of the time when Jesus used to call his disciples aside. നമ്മളെല്ലാം കൂടി ഒരുമിച്ച് ഇങ്ങനെ കാണുന്ന സമയം ഞാൻ ഓർക്കുന്നത് യേശു തന്റെ ശിഷ്യന്മാരെ തനിയെ വിളിച്ച് അവരുടെ മധ്യത്തിൽ യേശു ആയിരിക്കുന്ന കാര്യമാണ്. And he must have told them, we have been working very hard, now come apart, I want to spend some time with you alone. അപ്പോൾ കർത്താവ് ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങളൊക്കെ വളരെ വളരെ അധ്വാനിച്ച് കഷ്ടപ്പെട്ടവരൊക്കെയാണ്, ഇന്ന് വേറിട്ട് അല്പം ആശ്വസിച്ചു കൊള്ളുവാൻ നിങ്ങൾ എന്നോട് കൂടെ വരുവീൻ. And this day is like that for us. ഈ ദിവസം ഞങ്ങൾക്കും അങ്ങനെയാണ്. We all of us want to spend some time to hear what Jesus wants to tell us. നമ്മളെല്ലാവരും കർത്താവിന് നമ്മളോട് സംസാരിക്കുവാനുള്ളത് എന്താണ് എന്ന് കേൾക്കുവാൻ ആകാംക്ഷയോടെ അവന്റെ പാദപീഠത്തിലായിരിക്കും. He has already spoken to us yesterday and today. ഇന്നലെയും ഇന്ന് പകൽക്കാലവും വളരെ ശക്തമായി ദൈവം നമ്മളോട് സംസാരിച്ചു. Very powerfully and very clearly to each one. വളരെ വ്യക്തമായിട്ട് നമ്മൾ ഓരോരുത്തരോടുള്ള ബന്ധത്തിൽ വളരെ വ്യക്തതയോടും ശക്തമായിട്ടും ദൈവത്തിന്റെ വചനം നമ്മളോട് ഇടപെട്ടുകൊണ്ടിരുന്നു. I was thinking, looking back on one particular instance in my life. എൻ്റെ ജീവിതത്തിലെ ഒരു പ്രത്യേക അനുഭവത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ,
when my children are all very small, and one of my sons fell down and hurt his face very badly. One side of his face was injured and swollen up. എൻ്റെ കുഞ്ഞുങ്ങൾ വളരെ ചെറുതായിരുന്നപ്പോൾ എൻ്റെ ഒരു മോൻ തട്ടി താഴെ വീണ് അവന്റെ മുഖമൊക്കെ മുറിഞ്ഞ് മുഖത്തിന്റെ ഒരു ഭാഗമൊക്കെ രക്തമൊലിച്ച് നീര് പിടിച്ച് വല്ലാതെ ഒരു അവസ്ഥയിലായിരുന്നു. And we were in another place, so I didn't know anybody whom I could call to help me. ഞങ്ങളെ വീട്ടിലല്ലായിരുന്നു, മറ്റൊരു സ്ഥാനത്തായിരുന്നു. അവിടെ ഞങ്ങളെ സഹായിക്കുവാൻ കഴിയുള്ള പരിചയമുള്ള ആരും തന്നെ ഉണ്ടായിരുന്നില്ല. And maybe some bone on his face was broken. ഒരുപക്ഷെ അവന്റെ മുഖത്തിന്റെ ചില അസ്ഥികൾ പൊട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു. His whole eye was swollen and could not open his eye. അവന്റെ ഒരു കണ്ണ് തുറക്കാൻ കഴിയാതെ വണ്ണം ആ ഭാഗമൊക്കെ നീര് പിടിച്ചിരുന്നു. So that night I was sitting with him with a dim light and praying and feeling very sad about it. ആ രാത്രിയിൽ ഞാൻ എൻ്റെ കുഞ്ഞിനോട് കൂടെ ഇരുന്ന് വളരെ അരണ്ട വെളിച്ചത്തില് ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. For first time I realized what kind of mother I was. Anytime things like that happen, I used to scold my children. Why did you run so fast? Why couldn't look and run like that? My first reaction would be to scold them for things like that. സാധാരണ ഒരു മാതാവ് എന്ന നിലയ്ക്ക് എനിക്ക് ആദ്യം ഉണ്ടാകേണ്ട പ്രതികരണം ഈ കുഞ്ഞിനെ വിളിച്ചിട്ട് നിന്നോട് ചെറുകെ നടക്കാൻ പറഞ്ഞിട്ടുള്ളതല്ല, നീ എന്തിനാ ഇത്ര ഓടി വീണെന്ന് പറഞ്ഞ് അവനെ ശകാരിക്കുകയാണ് ചെയ്യേണ്ടത്. That day God taught me, already the child is suffering. My attitude should not be to scold him, but to love him and console him. ആ സമയത്ത് ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞത്, അവൻ ഓൾറെഡി എൻ്റെ കുഞ്ഞ് വളരെ വേദന അനുഭവിച്ച് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുക, അതിന്റെ കൂടുതൽ എൻ്റെ ശകാരം കൂടെ ആയാൽ അത് അവന് വളരെ അധികമാകും. അതുകൊണ്ട് ഈ സമയത്ത് അവനെ ശകാരിക്കുകയല്ല വേണ്ടത്, അവന് വേണ്ടത് സ്നേഹമാണ്. And that night I read, I could not sleep, so I opened my Bible in the dim light and I was reading Psalms. ആ രാത്രി എനിക്ക് ഉറങ്ങുവാൻ കഴിഞ്ഞില്ല. ആ രണ്ട് വെളിച്ചത്തിൽ ഞാൻ എൻ്റെ വേദപുസ്തകം തുറന്ന് ഞാൻ സങ്കീർത്തന പുസ്തകം വായിക്കുവാൻ തുടങ്ങി. I read the whole Psalm 119 and every word God was speaking to me. I said, Lord, you seem so close to me at this time. ആ രാത്രി 119ാമത്തെ സങ്കീർത്തനം നമുക്കറിയാം, ഒരു വലിയ സങ്കീർത്തനമാണ്. അതിന്റെ എല്ലാ വാക്യങ്ങളും ഞാൻ വായിച്ചു. അതിന്റെ ഓരോ വാക്യം വായിക്കുമ്പോഴും ദൈവം വ്യക്തമായിട്ട് എന്നോട് സംസാരിക്കുന്ന ഒരു പ്രതീതിയാണ് എനിക്കുണ്ടായത്. Like words, like your word is so sweet to my mouth. Your word is like honey. നിന്റെ വചനം എൻ്റെ വായ്ക്ക് തേൻ പോലെ മധുരമാണ് എന്നുള്ള വാക്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. And your word is like light to me. നിന്റെ വചനം എൻ്റെ പാതയ്ക്ക് പ്രകാശമാണ്. And the Lord drew me through that injury which my son had to bring me closer to him. എൻ്റെ കുഞ്ഞിനുണ്ടായ ആ ചെറിയ മുറിവും ആ അപകടത്തിൽ കൂടെ ദൈവം എന്നെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുകയായിരുന്നു. It's like that when we face trials or when we come together like that, God uses that to bring us closer to him. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ശോധനകളും പ്രതിസന്ധി ഘട്ടങ്ങളും ഒക്കെ വരുമ്പോൾ ദൈവം നമ്മളെ തന്നോട് കൂടുതൽ അടുപ്പിക്കുവാൻ അത് ഈ മുഖാന്തരമാക്കി തീർക്കും. Especially as mothers, when our children face trials, that's the best time for us to come closer. പ്രത്യേകിച്ച് മാതാക്കളായ നമ്മുടെ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും പ്രതിസന്ധിയിൽ കൂടെ പ്രശ്നത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ അത് നമ്മെ ദൈവസന്നിധിയിലോട് കൂടുതൽ അടുക്കുവാൻ അത് കാരണമാക്കി തീർക്കും. Yesterday and today God spoke very powerfully to us. I want to just think of mention one or two things which God spoke to me. ഇന്നലെയും ഇന്നും വളരെ ശക്തമായിട്ടാണല്ലോ ദൈവം നമ്മളോട് ഇടപെട്ടുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പ്രസ്താവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. In Luke 16 we heard this morning about the rich man and Lazarus. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നിന്ന് ധനവാനായ ആ മനുഷ്യന്റെയും ലാസറിന്റെയും ആ ചരിത്ര സംഭവത്തെ കുറിച്ച് നാം കേട്ടു. It's a true story because there are names written there. അത് ഒരു യഥാർത്ഥമായി സംഭവിച്ച കാര്യമാണ്. കാരണം അവിടെ ലാസർ എന്ന വ്യക്തിയുടെ പേര് പ്രത്യേകമായിട്ട് യേശു എടുത്തു പറഞ്ഞിട്ടുണ്ട്. And one word which struck me was how important it is to repent. മനസാന്തരപ്പെടേണ്ടത് എത്ര വലിയ ഒരു ആവശ്യമാണ് എന്നുള്ളത് എൻ്റെ ഹൃദയത്തെ ആഴമായി സ്പർശിച്ചു. And I realized repentance is not just one experience. Every day I want to have that spirit of repentance. മനസാന്തരം എന്നുള്ളത് ജീവിതത്തിൽ ഒരിക്കലായി വരേണ്ട ഒരു അനുഭവമല്ല. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ദിവസങ്ങളും നാം മനസാന്തരത്തിൽ അധികമായിട്ട് നടക്കേണ്ടവരാണ്. I want to have continuous repentance in my life. എൻ്റെ ജീവിതത്തിൽ നിരന്തരമായ ഒരു മനസാന്തരത്തിലേക്ക് കടന്നു പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. When I read God's word, when elders speak God's word, I want to take it in the spirit of repentance. അതെ, ഞാൻ ദൈവവചനം വായിക്കുമ്പോഴും സഭയിലെ മൂപ്പന്മാരെ ദൈവവചനത്തിൽ സംസാരിക്കുമ്പോഴും ഒക്കെ അത് ഏറ്റെടുത്ത് ജീവിതത്തിൽ മനസാന്തരം ഉൾക്കൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Many times we think we have our own prejudice in our mind and we question
why I don't agree with this, or it's not like that. പലപ്പോഴും നമ്മുടെ സ്വയാഭിമാനം കാരണമായിട്ട് നമുക്ക് പലപ്പോഴും ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന് പറഞ്ഞ് ദൈവവചനത്തെ ചോദ്യം ചെയ്യുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. My church background is not that, I disagree. If we have that attitude, then the spirit of repentance won't be with us. ഞാനായിരിക്കുന്ന സഭയുടെ ചുറ്റുപാടിൽ ഈ കാര്യം ഇങ്ങനെയല്ലല്ലോ വേണ്ടത്, അതുകൊണ്ട് ഇങ്ങനെ ദൈവവചനത്തെ ചോദ്യം ചെയ്യുന്ന പല ചിന്തകളും നമ്മുടെ മനസ്സിൽ കടന്നു വരാം. Another thing God showed me today was that Abraham said, your relatives have the Moses and the prophets. That means they have the Bible to read and teach them. മറ്റൊരു കാര്യം എന്നെ ചിന്തിപ്പിച്ചത്, അബ്രഹാം പിതാവ് ആ ധനവാനായ വ്യക്തിയോട് സംസാരിക്കുന്നതാണ്, നിന്റെ ബന്ധുക്കളായ ഭൂമിയിലുള്ളവർക്ക് മോശയും പ്രവാചകന്മാരും ഒക്കെ ഉണ്ടല്ലോ എന്ന്. That means I realize I have to take reading God's word very, very serious in my life. എന്റെ ദൈനംദിന ജീവിതത്തിൽ ദൈവത്തിന്റെ വചനം വളരെ ഗൗരവമായിട്ട് തന്നെ വായിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്ന് അത് എന്നെ ചിന്തിപ്പിച്ചു. Sometimes we as mothers we think, I don't have time to read God's word, and we put it aside. നമ്മുടെ ജോലി തിരക്കുകളൊക്കെ ഇടയിൽ വീട്ടിലെ ഒരു മാതാവ് എന്ന നിലയ്ക്ക് വളരെ ബന്ധപ്പാടുള്ളപ്പോൾ ദൈവവചനം വായിക്കുവാൻ നമുക്ക് സമയം കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒഴി പറയാൻ കഴിയും. But we are the losers if we don't read God's word. നാം ദൈവവചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ നഷ്ടം നമുക്ക് തന്നെയാണ്. If we may have lot of job or lot of work, but we have to take the time to read and see what God wants to tell. നമുക്ക് എത്ര തന്നെ ജോലി തിരക്കുണ്ടെങ്കിലും ദൈവവചനം വായിക്കുവാനും ധ്യാനിക്കുവാനും നാം സമയം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. And I want to take that seriously. I want to take more effort to read God's word. അതെ, ദൈവത്തിന്റെ വചനം വായിക്കുവാൻ തക്കവണ്ണം, അത് ധ്യാനിക്കുവാൻ പഠിക്കുവാൻ തക്കവണ്ണം കൂടുതൽ സമയം ചെലവഴിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. After coming and learning about the new covenant, I have come to see Matthew, the words of Jesus are so important. പുതിയ നിയമം അനുഭവത്തിലേക്ക് വന്നതിൽ പിന്നെ യേശുവിന്റെ വചനങ്ങൾ എത്ര പ്രാധാന്യമുള്ളതാണ് എന്ന് എനിക്ക് മനസ്സിലാക്കുവാനിടയായി. Before, when I used to read Matthew 5, 6 and 7, I thought good, it's like a textbook. I can understand, I can find many things to learn, but I didn't take it in my heart. ഇതിനു മുമ്പ് മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ ഗിരിപ്രഭാഷണങ്ങളൊക്കെ വായിക്കുമ്പോൾ അത് വായിക്കാൻ നല്ല രസമുള്ള ഒരു ഭാഗമാണ് എന്നുള്ള ചിന്തകൾ മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. But now I say I want to take it in my life. എന്നാൽ ഇപ്പോൾ എന്റെ ജീവിതത്തിന്റെ അനുഭവത്തിലേക്ക് ഇതൊക്കെ ആയിത്തീരുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നു. When I read that, I see Jesus there. അത് ഞാൻ വായിക്കുമ്പോൾ അവിടെ ഞാൻ കാണുന്നത് യേശുവിനെയാണ്. He is speaking to me. യേശു എന്നോട് സംസാരിക്കുന്നു. Take anger seriously, for example. കോപത്തെ വളരെ ഗൗരവമായിട്ട് കാണുവാൻ. Don't give any excuse for getting angry. കോപിക്കുന്നതിന് ഒരു കഴിവും കണ്ടുപിടിക്കാതിരിക്കുക. And we can ask God. It's not that we can do any change by ourselves. നമുക്ക് സ്വയമായിട്ട് ഒരു വ്യത്യാസവും നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാൻ കഴിയില്ല. ദൈവത്തിന്റെ സഹായത്തിനായി പ്രാർത്ഥിക്കുക. We can ask God, Lord, I have this problem with anger, but give me victory. നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ, ഈ കോപ സ്വഭാവവുമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ വളരെ ബുദ്ധിമുട്ടുകയാണ്, ഇതിനെ ജയിക്കുവാൻ എനിക്ക് കൃപ തരണമേ. And slowly the Lord will transform us. അങ്ങനെ പതുക്കെ ദൈവം നമ്മളെ രൂപാന്തരപ്പെടുത്തും. The things which used to make us angry in the past, we find they don't make us angry anymore. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളെ പെട്ടെന്ന് കോപിപ്പിച്ചിരുന്ന പല വിഷയങ്ങളും ഇന്ന് നമ്മളിൽ കോപം ഉളവാക്കുവാൻ കഴിയാത്ത അവസ്ഥയിലായി. And he will take away the anger from within our heart also. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ ആ കോപ സ്വഭാവത്തെ പൂർണ്ണമായും എടുത്തു കളയുവാൻ ദൈവത്തിന് കഴിയും. And we sang in the song, Lord, you are long suffering and patient and good and kind. We sang it in that song. നമ്മൾ പാടിയ പാട്ടിൽ ഇങ്ങനെ, ദൈവമേ നീ മഹാദയയും ദീർഘക്ഷമയും ക്ഷമിക്കുന്നവനും ഒക്കെയാണല്ലോ എന്ന് നമ്മൾ പാടി. But I thank God that he can make us also little bit like him. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം, നമ്മളെയും അതുപോലെ ആ സ്വഭാവങ്ങൾ, ദീർഘക്ഷമയും ദയയും മനസ്സലിയും ഒക്കെ ഉള്ളവരാക്കി തീർക്കുവാൻ ദൈവത്തിന് കഴിയും. That's what we are when we meet together and we pray. That's what we are asking the Lord. Lord, make me more and more like you. നാം കർത്താവിനെ കണ്ടുമുട്ടുമ്പോൾ നാമും അങ്ങനെ തന്നെ ആയിത്തീരും. നാം പ്രാർത്ഥിക്കുന്നു അതാണല്ലോ, ദൈവമേ ഓരോ ദിവസവും എന്നെ നിന്നെ പോലെ, നിന്റെ സ്വഭാവത്തെ പോലെ ആക്കണമേ. We also heard about holding on to material things. നമ്മൾ ഈ ഭൂമിയിലെ ഭൗതികമായിട്ടുള്ള സമ്പത്തിനെ മുറുകെ പിടിക്കുന്ന വിഷയത്തെ കുറിച്ചൊക്കെ നമ്മൾ ഇന്ന് കേട്ടു. And God spoke to me how we can
have that, without our knowledge, we can have that hold on material things. അതെ, നമ്മുടെ മനസ്സറിയാതെ തന്നെ നമ്മുടെ ഭൗതികമായ പല വസ്തുക്കളിൽ നാം മുറുകെ പിടിക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ അത് കടന്നു I said, വരുന്നത്. Lord, show me if I have hold on material things like that. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എന്നെ നീ കാണിച്ചു തരണമേ. എൻ്റെ ജീവിതത്തിൽ ഭൗതികമായ എന്തെങ്കിലും ഞാൻ മുറുകെ പിടിച്ചിരിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടോ? I don't want to find out when I meet you on the last day. I want to find out. ന്യായവിധി ദിവസത്തില് നിന്റെ മുമ്പാകെ നിൽക്കുമ്പോഴല്ല അത് എനിക്ക് മനസ്സിലാകേണ്ടത്. ഇന്ന് എനിക്കത് മനസ്സിലാക്കി തരണം. Sometimes I feel that we as wives, we can indirectly put pressure on our husbands to serve God and mammon. നമ്മൾ ഭാര്യമാരെന്ന നിലയ്ക്ക് നേരിട്ടല്ലാതെയും നമുക്ക് നമ്മുടെ ഭർത്താക്കന്മാരെ ആ ദൈവത്തെ സേവിക്കുന്നതിനോടൊപ്പം തന്നെ പണത്തിന്റെ പിറകെ പണത്തിന്റെ ആഗ്രഹത്തോടെ പ്രവർത്തിക്കുവാനും നമുക്ക് നിർബന്ധിക്കുവാൻ കഴിയും. For example, if I feel, oh, I need more and more gadgets, I need more and more things, that put pressure on our husbands to work hard and get that. എനിക്ക് ഭൗതികമായ ചില പ്രത്യേക ഉപകരണങ്ങളോ നല്ല വീട്ടിലെ പ്രത്യേക സംവിധാനങ്ങളൊക്കെ വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിനുവേണ്ടി പണം ഉണ്ടാക്കാൻ വേണ്ടി എൻ്റെ ഭർത്താവിനെ എൻ്റെ മേൽ നിർബന്ധം ചെലുത്തുവാൻ എനിക്ക് കഴിയും. And he is put under pressure, oh, I must work hard for my wife. അങ്ങനെ ഉള്ളപ്പോൾ ഞാൻ നിർബന്ധം ചെലുത്തുമ്പോൾ എൻ്റെ ഭാര്യയുടെ ഈ നിർബന്ധം കാരണമായിട്ട് ഞാൻ അധ്വാനിച്ച് അങ്ങനെ കുറെ കാശുണ്ടാക്കേണ്ട ഒരു ആവശ്യമുണ്ട് എന്ന് ചിന്തിക്കുവാനിടയാവും. So God speaks to us and tells us, be content with what you have. അതുകൊണ്ട് ദൈവം നമ്മളോട് പറയുന്നത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവീൻ. If God feels that I need something, He will make sure that He will give that to me. നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട് എന്ന് ദൈവത്തിന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും അത് തരുവാൻ ദൈവം വിശ്വസ്തനാണ്. If He doesn't give us, that means He doesn't want us. ദൈവം അത് തരുന്നില്ല എങ്കിൽ നമുക്ക് അത് ആവശ്യമില്ല എന്ന് ദൈവത്തിന് അറിയാമെന്നുള്ളത് കൊണ്ടാണ്. Like that, little by little, as we spend time in God's presence, He opens our eyes to see the wonderful truths in God's word. അങ്ങനെ പതുക്കെ പതുക്കെ നമ്മൾ ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുമ്പോൾ ദൈവത്തിന്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ എന്താണെന്നുള്ളതിനെ കുറിച്ച് ഒരു വ്യക്തത നമുക്ക് ലഭിക്കും. When we read about submission, when we submit to our husband, it shows, Lord, I am submitting to you by submitting to my husband. കീഴടങ്ങിയിരിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കുന്നതിൽ അതെ, ഞാൻ ഭർത്താവിന് കീഴടങ്ങിയിരിക്കുമ്പോൾ ഞാൻ കർത്താവിനാണ് കീഴടങ്ങിയിരിക്കുന്നത് എന്നുള്ളത് എനിക്ക് ബോധ്യമാകും. He said, do everything as unto the Lord, not unto men. നിങ്ങൾ ചെയ്യുന്നതെല്ലാം മനുഷ്യർക്കെന്നല്ല കർത്താവിന് എന്ന പോലെ ചെയ്യുവിനെന്നാണ് ദൈവവചനം പറയുന്നത്. So we beyond our earthly circumstance, beyond our husband, beyond everything, we see God and we see Jesus. നമ്മുടെ ഭൗതികമായ എല്ലാ സാഹചര്യങ്ങളിലും നാം കടന്നു പോകുന്ന എല്ലാ അനുഭവങ്ങളിലെയും മുകളിൽ നമുക്ക് കാണേണ്ടത് യേശുവിനെയാണ്. If Jesus is there, then these all other things will become so small and easy for us to obey. യേശുവിനെ നമ്മളെ കാണുമ്പോൾ കണ്ടു കഴിയുമ്പോൾ ഭൂമിയിലുള്ള മറ്റെല്ലാം നമുക്ക് നിസാരമായിട്ട് തോന്നും. And God will give us grace for us to be obedient to Him. അതുപോലെ അങ്ങനെ കർത്താവിനെ അനുസരിക്കുവാൻ ആവശ്യമായിരിക്കുന്ന കൃപ തന്ന് ദൈവം നമ്മളെ സഹായിക്കും. I praise God for each one of you and for the encouragement you have been to me. നിങ്ങളെ ഓരോരുത്തരെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും നിങ്ങളുടെ ജീവിതം എനിക്ക് തരുന്ന ഉത്സാഹത്തിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുന്നു. God bless you. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.